ആഹാ, സീ കേരളം കേബിൾ കണക്ഷൻ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. കരിനീലിക്കാവ് മുതല് അമേരിക്ക വരെയുള്ള എല്ലാ ചാനലും ഉണ്ട്. അതെ, സീ കേരളത്തിലൊരു സീരിയൽ വന്നിട്ടുണ്ട്, പ്രണയവിലാസം. നല്ല സീരിയലാ, നമുക്കത് കാണാം. അതെ. പ്രണയവിലാസം എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. കൊള്ളാല്ലേ? അല്ല, അതെ, ഡോക്ടറായ ഏട്ടത്തിയമ്മ സീരിയലൊക്കെ കാണുവോ? ഡോക്ടർമാര് സീരിയൽ കണ്ട എന്താ കുഴപ്പം? ഏട്ടൻ ഇവിടെ സഹോദര സ്നേഹം കാണിക്കുന്ന സിനിമ മാത്രമേ കാണിക്കാറുള്ളൂ. അതും മമ്മൂക്കിയുടെ സിനിമയൊക്കെ. ഹിറ്റ്ലർ, വല്യേട്ടൻ, അതൊക്കെ ഗിരിയേട്ടന്റെ ഫേവറേറ്റ് സിനിമകള്. പക്ഷെ എനിക്കിഷ്ടം ലാലേട്ടന്റെ സിനിമകളാ. ലാലേട്ടൻ അടിപൊളിയല്ലേ? ഏട്ടത്തിമ്മക്ക് ഒരു കാര്യം അറിയണോ? കുഞ്ഞിക്ക് ലാലേട്ടന്റെ നായിക. അതെ, എന്തെങ്കിലും വിവരം കിട്ടിയ നീ ഉടനെ എന്നെ വിളിക്കണേ. ഗിരിയേട്ടാ, ഇതാരെയാ അന്വേഷിക്കുന്നേ? രാവിലെ തുടങ്ങിയതാണല്ലോ. നീ അതൊക്കെ എന്തിനാ അറിയുന്നത്? നീ നിന്റെ ജോലി നോക്കിയാ മതി കേട്ടല്ലോ. അല്ല ഗിരിയേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാ ഗിരിയേട്ട എന്നോട് ദേഷ്യപ്പെടരുത്. നീ കാര്യം പറ. ഗിരിയേട്ട അങ്ങനെ ബോറനാവരുത്. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും ആയില്ലല്ലോ ഗിരിയേട്ടാ. അതിനിടയിൽ ഈ കടയിൽ വന്നിരിക്കേണ്ട വല്ല കാര്യമുണ്ടാ? ഇവിടെ വന്നിരുന്ന എന്താ കുഴപ്പം? മധു ഇത് ആഘോഷിക്കേണ്ട ഗിരിയേട്ടാ. അപ്പോ ഭർത്താക്കന്മാര് ഭാര്യയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. അവരുടെ മനസ്സ് കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വാങ്ങിക്കൊടുക്കണം. അതെ, ഈ ഹണിമൂൺ എന്ന സംഭവം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവൂ. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കച്ചവടം നടത്താതെ പാറൂനെ കൊണ്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകിരിയേട്ടാ. ഡാടാ, നിന്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. അതിനല്ല ഞാൻ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് കേട്ടല്ലോ. ഇനി ഇമാതിരി വർത്താനം പറഞ്ഞുകൊണ്ട് വന്നാ നിന്നെ ഇവിടുന്ന് ഞാൻ പുറത്താക്കും. മനസ്സിലായല്ലോ? ചേടാ, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ. ഇപ്പൊ ഞാൻ പോകുന്നു. പക്ഷെ നീ ചെവിയിൽ നുള്ളിക്കൊടാ. അധിക നാള് ജീവനോടെ നീ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നീ അവരുടെ കൂടെ സുഖിച്ച് വാഴില്ലടാ. നിന്നെ ഞാൻ തീർക്കും. വെട്ടി അരിയും നിന്നെ ഞാൻ. പുലിയെ പോലെ വന്നവൻ എലിയെ പോലെ അങ്ങ് പോയി. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അതെ, എന്റെ തീരുമാനത്തിന് അത് കൊള്ളാല്ലേ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ ഏട്ടാ. അല്ല മാളു, എനിക്കിത് പറയണം. ഗിരിയേട്ടൻ ടിവി ഓഫ് ആക്കിട്ട് വേഗം വാ. വേഗം വാ. ടിവി ഓഫ് ആക്കിട്ട് ആ സ്വിച്ച് ആണ് ഓഫ് ചെയ്തേക്കണേ. എടുത്തില്ല വാ. മോളെ, കണ്ണ, നീ ബഹളവും ആർഭാടമൊക്കെ കണ്ട് മനസ്സ് തളർത്തണ്ട. നിശ്ചയവും നടക്കും, വിവാഹവും നടക്കും. പക്ഷേ പെണ്ണുണ്ടല്ലോ, അവള് പിറ്റേ ദിവസം തന്നെ അവളുടെ വീട്ടിലേക്ക് Ching 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 ching
നമ്പീർ സാർ. നമ്പീർ സാർ. നമ്പീർ സാറേ. ഓ എന്താ നമ്പീർ സാറിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. നമ്പ്യാർ സാറിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആണോ? പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു.